എല്ലാ വന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ കോപ്പുകൈ. എന്നെ ഇത്രയും കാലം സഹായിക്കുകയും സഹകരിക്കുകയും എന്നോട് ഈ ഇതൊക്കെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ കോപ്പുകൈ അർപ്പിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാനായിട്ട് തുടങ്ങിയാണ്. എൻ്റെ പേര് ഡോക്ടർ രാജു കെ ബേബി. ഇതുവരെയും കേട്ടിട്ടില്ലാത്തവർക്ക് കേൾക്കാം. ഞാൻ കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് കോടതിക്കടുത്ത് താമസിക്കുന്നു. ഏതാണ്ട് 34 വർഷത്തെ പരിചയങ്ങൾ ഉണ്ട് ഈ ഫീൽഡിൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുമല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇങ്ങനെ ഈ ഉദ്യമത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യത്തിലേക്ക് അടയ്ക്കുകയാണ്. ഇതിന് മുമ്പുള്ള വിഷയം ടിമ്പനോ മാൻഡിബുലർ ജോയിൻ്റ് ആർത്രൈറ്റിസ്, അതായത് നമ്മുടെ ചെവിയുടെ മുമ്പിൽ ഒരു ജോയിൻ്റ് ഉണ്ട്. ആ ജോയിൻറ്റിൽ വരുന്ന നീർക്കെട്ടിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇത് കൂടുതലും സ്ത്രീകളിലാണ് കാണുന്നത്. ടീനേജ് ഗേൾസ്, പിന്നെ 20-25 വയസ്സും 30 വയസ്സ് വരെയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. വാ തുറക്കുമ്പോൾ അവർക്ക് വേദന വരും, വാ അടയ്ക്കുമ്പോൾ വേദന വരും, എന്തെങ്കിലും ചവയ്ക്കുമ്പോൾ അവർക്ക് വേദന വരും. അവർ ചില ആൾക്കാർക്ക് ഏത് സമയം വേദന വരും. അങ്ങനെ ചുരുക്കം ഞാൻ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മറ്റുള്ള അസുഖങ്ങളിൽ നിന്ന് വിവേചിച്ചെടുക്കണം. ചിലർക്ക് വാ തുറക്കുമ്പോഴത്തേക്ക് ക്ലിങ് എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ഇതിൻ്റെ അസുഖമുണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ വാ തുറക്കാനായിട്ട് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഇത് അന്വേഷിക്കണം. ചവയ്ക്കാനായിട്ട് പ്രയാസമുണ്ടെങ്കിൽ അത് പല്ലിൻ്റെ വല്ല പ്രശ്നമാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ടിമ്പനോ മാൻഡിബുലർ ജോയിൻ്റ്, ഇവിടുത്തെ ജോയിൻറ്റിനെയാണ് ടിമ്പനോ മാൻഡിബുലർ TM ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ജോയിൻറ്റിൽ പ്രശ്നം വരും. അങ്ങനെയുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കും. അത് ചില സമയത്ത് അസഹ്യമായിട്ട് തോന്നും. അതിനെ ഞങ്ങൾ മയോഫേഷ്യൽ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം എന്ന് MDS എന്നും പറയും. അപ്പോൾ അങ്ങനെയുള്ളവരിന് നമ്മൾ അധികം കട്ടിയുള്ളത് ചവയ്ക്കാതിരിക്കുക, നമ്മൾ റിലാക്സ് ചെയ്യുക. നമ്മൾ വളരെയധികം ഒരുപാട് ജോ കൊണ്ടുള്ള മൂമെൻറ്റ്സ്, അതായത് താടി കൊണ്ടുള്ള മൂമെൻറ്റ്സിനെ നിയന്ത്രിക്കുക. ഇതാണ് അതിൻ്റെ ചെയ്യാനുള്ള ചികിത്സ. പിന്നെ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ ചെയ്യാവുന്ന ജോ സപ്പോർട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇവിടെ അതിന് ഗുളികകളും മരുന്നുകളും ഒക്കെ ഉണ്ട്. അത് വെച്ച് നമുക്ക് അതിനെ ചികിത്സിക്കാനായിട്ട് കഴിയും. അതുമാത്രമല്ല, നമുക്ക് ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കാനും വ്യവസ്ഥയുണ്ട്. ഇങ്ങനെയൊക്കെ ഇഞ്ചക്ഷൻ എടുത്തും ഇങ്ങനെ ഗുളിക കഴിച്ചും ഈ അസുഖങ്ങൾ വളരെയധികം കുറയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ആളുടെ അസുഖം കുറയും. ജന്മന വാ തുറക്കാൻ വയ്യാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരുടെ താടിയല്ല ഒരിക്കലും വളർന്നിരിക്കില്ല, മൈക്രോനാത്യ എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഈ ടിമ്പനോ മാൻഡിബുലർ ആങ്കലോസിസ് ഫൈബ്രസ് അല്ലെങ്കിൽ മറ്റ് ബോണി ആങ്കലോസിസ് ഒക്കെ വരുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ ഇതൊന്ന് മുറിച്ചു കൊടുക്കേണ്ടി വരും. ചില സർജറി കൊണ്ട് അത് പരിഹരിക്കേണ്ടി വരും. ഏതായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ വേന വരുമ്പോൾ ഓയിൻമെൻറ്റ് പുരട്ടുക, ഗുളികൾ കഴിക്കുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഓർത്തോപാൻഡമോഗ്രാം എന്ന് പറഞ്ഞ OPG എടുത്തു കഴിഞ്ഞാൽ ഇതേക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാണ് ഇത്രയും എനിക്ക് പറയാനായിട്ട് കഴിഞ്ഞാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതുപോലെ ഇതെല്ലാം കേട്ട് എന്നെ സഹിച്ചിരുന്ന പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരോടും ഉള്ള നന്ദി സ്നേഹമൊക്കെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യണമേ, ഷെയർ ചെയ്യണമേ, കമൻറ്റ് ചെയ്യണമേ, അതിന് സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഓക്കെ, താങ്ക് യു.